മോർണിംഗ് 9 to 6 അവർ വർക്ക് ചെയ്തുള്ളൂ. അപ്പം നൈറ്റ് സീൻസ് ഒക്കെ എടുക്കണമെങ്കിൽ നമ്മൾ ഇൻഡോർ ചെയ്യണം. അത് പറ്റത്തില്ല. ഈ സിനിമയ്ക്ക് അത് പറ്റില്ല. അല്ലെങ്കിൽ നൈറ്റ് വർക്ക് ചെയ്യുകയാണെങ്കിൽ പകൽ വർക്ക് ചെയ്യത്തില്ല. ഇതൊക്കെ അങ്ങനെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് വന്നപ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാവും. മലയാള സിനിമയ്ക്ക് അത്ര അത് അഫോർഡബിൾ അല്ല. ഈ പകൽ മുഴുവൻ വർക്ക് ചെയ്യുക, രാത്രി വർക്ക് ചെയ്യുക, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ ഷൂട്ടിംഗ് ഡേയ്സ് കൂടും. അപ്പോൾ അത് നമ്മൾ ആ ഒരു കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ തിരിച്ചു പോന്നു. അത് കഴിഞ്ഞ് പിന്നെ പലരെ ആലോചിച്ച കൂട്ടത്തിലാണ് പെട്ടെന്ന് ജയപ്രദയിലേക്ക് വന്നത്. അങ്ങനെ ജയപ്രദയെ പോയി കണ്ടു. അവരപ്പം തന്നെ അക്സെപ്റ്റ് ചെയ്തു. അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കഥ. അവർ ഒരു കണ്ടീഷനും ഇല്ല, അവർ ചെയ്തു, റെഡിയായിരുന്നു. ബാക്കി ഓരോ ക്യാരക്ടേഴ്സും, മുരളിയുടെ ക്യാരക്ടറൊക്കെ കുറച്ചുകൂടെ കഴിഞ്ഞാണ് ആരാണ് വേണ്ടതെന്ന്. ഇപ്പോൾ മുരളി പിന്നെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എപ്പോൾ വേണമെങ്കിലും എനിക്ക് വിളിച്ചാൽ വരുന്ന ആളാണ്. അതുകൊണ്ട് പിന്നെ അത് ബാക്കി കാസ്റ്റിംഗ് ഒന്നും വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല.